ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്കായി 2 പവൻ സ്വർണം സംഭാവന നൽകിയെന്ന് മോഹൻലാലിന്റെ മൊഴി. സുഹൃത്ത് സ്വർണം ശബരിമലയിൽ എത്തിച്ചെന്ന് മോഹൻലാൽ മൊഴി നൽകി. മോഹൻലാൽ, ദിലീപ് എന്നിവരുടെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തി. ഉമേഷ് ബാലകൃഷ്ണനാണ് ചേർന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഉമേഷ്, ഈ സ്വർണത്തിന്റെ കാര്യത്തിലായിരുന്നല്ലോ കൃത്യമായിട്ട് താരങ്ങൾ സ്വർണം നൽകിയിട്ടുണ്ട്. പക്ഷേ എത്ര നൽകി, എപ്പോൾ നൽകി, ഈ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരണമായിരുന്നു. അപ്പോൾ മോഹൻലാൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് എത്ര നൽകി എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുന്നുണ്ടോ ഇപ്പോൾ? പൂർണ്ണമായ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും നിലവിൽ മോഹൻലാലിന്റെയും ദിലീപിന്റെയും മൊഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ പറയുന്നത് മോഹൻലാലിന്റെ മൊഴിയുടെ വിശദാംശങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. തിരുവനന്തപുരത്തെ ഒരു ജ്വല്ലറിയിൽ നിന്ന് 2 പവൻ സ്വർണം വാങ്ങി അത് സുഹൃത്ത് ശബരിമലയിൽ എത്തിച്ചു നൽകി. ഇത്തരത്തിൽ സുരേഷ് ഗോപി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭാവന നൽകാൻ തീരുമാനിച്ചത് എന്നും മോഹൻലാൽ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നേരത്തെ സുരേഷ് ഗോപിയുടെ മൊഴി ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിരുന്നു. സുരേഷ് ഗോപിയും സമാനമായി സ്വർണം സംഭാവന നൽകി എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ചില താരങ്ങൾക്ക് ഇത്തരത്തിൽ സ്വർണം സംഭാവന നൽകാനുള്ള നിർദ്ദേശം ഇത്തരത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ താൻ നിർദ്ദേശിച്ച പ്രകാരം ചില താരങ്ങൾ സമാനമായി സ്വർണം സംഭാവന നൽകിയിട്ടുണ്ട് എന്നും സുരേഷ് ഗോപിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. ദിലീപിന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും 27 പേർ ഈ ശബരിമലയിലെ കൊടിമര സ്വർണം പൂശുന്ന പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പുനരുദ്ധാരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സ്വർണം സംഭാവന നൽകിയെന്നാണ് പ്രാഥമികമായി വിജിലൻസ് ലഭിക്കുന്ന മൊഴി. പക്ഷേ ഓരോരുത്തരും എത്ര വീതം നൽകി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അത് പൂർണ്ണമായി കണക്കെടുത്താൽ മാത്രമേ സ്വർണ്ണത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള മോഷണം നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ കള്ളത്തരം നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം വ്യക്തത ലഭിക്കൂ. വിജിലൻസ് ആണ് കേസ് അന്വേഷിക്കുന്നത്. വിജിലൻസ് അന്വേഷണം തുടരുകയാണ്. അഷ്മി, സ്മിത. ഓക്കെ, ഉമേഷ് ബാലകൃഷ്ണനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ. മോഹൻലാൽ, ദിലീപ് എന്നിവരുടെ മൊഴിയാണ് വിജിലൻസ് രേഖപ്പെടുത്തിയത്. അത് ഈ പറഞ്ഞ കൊടിമര പ്രതിഷ്ഠയ്ക്ക് അവരൊക്കെ സ്വർണം സംഭാവന നൽകിയവരാണ്. അപ്പോൾ എന്താണെന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരം അവർക്ക് പറയാനുള്ളത് എന്ത് എന്ന് കേൾക്കൽ മാത്രമേ ഉള്ളൂ. അതിനപ്പുറം ഇതിലിപ്പുറം ഒന്നും അതിനകത്തില്ല കേട്ടോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.